പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധമേഖല കൂടി തുറക്കപ്പെടുകയാണ്. അത് ഇസ്രയേലും തുർക്കിയും തമ്മിൽ ആകുമെന്നാണ് റിപ്പോർട്ടുകൾ. സിറിയയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണമാണ് ഇതിന് വഴി തുറക്കുന്നത്. സിറിയയ്ക്ക് തുർക്കി കൈമാറാനിരുന്ന ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ആർമഡ് പേഴ്സണൽ കാരിയറുകളും ഇസ്രയേൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടു. സിറിയയിൽ തുർക്കിയുടെ സൈനിക സാന്നിധ്യമോ ആയുധങ്ങളോ അനുവദിക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇസ്രയേൽ നൽകിയിരിക്കുന്നത്. അതിനിടെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തുർക്കിയുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് തുടർച്ചയായി അസാധാരണ സർവീസുകൾ നടത്തിയതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഓഗസ്റ്റ് 19 മുതൽ 21 വരെയുള്ള 60 മണിക്കൂറുകൾക്കിടയിലാണ് ഈ നിഗൂഢ സൈനിക നീക്കം ഉണ്ടായത്. ഈ അസാധാരണ സൈനിക നീക്കം ഇന്റലിജൻസ് ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. തുർക്കി പാകിസ്ഥാന് വൻതോതിൽ ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കൈമാറിയതാണ് ഇതിന് സംശയം ഇരട്ടിക്കാൻ കാരണം. പാകിസ്ഥാൻ തങ്ങളുടെ ഡ്രോൺ വ്യൂഹവും ആയുധശേഖരവും അതിവേഗം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ വിമാന സർവീസുകൾ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇസ്രായേൽ ഇപ്പോൾ തന്നെ ബഹുമുഖ ആക്രമണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ. ഹമാസിനെതിരെയും ഹിസ്ബുള്ളക്കെതിരെയും അടുത്തിടെ വരെ ഇറാനെതിരെയും ഉണ്ടായിരുന്നു. ഇപ്പോൾ സിറിയയിലും പ്രകോപനം സൃഷ്ടിക്കുന്നു. ഇവിടെ നാറ്റോ അംഗരാജ്യമായ തുർക്കിയാണ് ഇസ്രയേലിൻ്റെ എതിർസ്ഥാനത്തുള്ളത്. ഇത് അമേരിക്കയ്ക്കല്ലേ വലിയ തലവേദനയാവുക? ഇസ്രയേൽ അമേരിക്കയുടെ വലങ്കൈയാണ്. പശ്ചിമേഷ്യൻ വിഷയങ്ങളിൽ ഭിന്നത ഉണ്ടെങ്കിലും നാറ്റോ അംഗരാജ്യമെന്ന നിലയിൽ തുർക്കിയും അമേരിക്കയ്ക്ക് പ്രധാനമാണ്. ഇനി തുർക്കിയെ ഇസ്രയേൽ ആക്രമിച്ചാൽ നാറ്റോ രാജ്യങ്ങൾ ആർക്കൊപ്പം നിൽക്കും? നാറ്റോയിലെ വലിയ ശക്തിയായ അമേരിക്ക ആരെ പിന്തുണയ്ക്കും? ശരിക്കും ലോകത്തെ ഒരു ആശങ്കയിലാക്കിക്കൊണ്ട് മറ്റൊരു യുദ്ധത്തിന് തിരികൊളുത്തുകയാണോ? വളരെ നാടകീയമായ ഒരു വഴിത്തിരിവാണ് സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ തുർക്കി ഇസ്രയേൽ ബന്ധം ഒരു കാലത്തും അത്ര നന്നായിരുന്നില്ല. 1990-കൾക്ക് ശേഷം അതുവരെ ഒക്കെയായിരുന്നു. പഴയ ചരിത്രപരമായി നോക്കിയാൽ ഇസ്രയേലും തുർക്കിയും തമ്മിൽ സാമാന്യം നല്ലൊരു ബന്ധമായിരുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലും നല്ല ബന്ധമായിരുന്നു ഇസ്ലാമിക വിപ്ലവം ഉണ്ടാകുന്ന 1979 വരെ. അതുമാത്രമല്ല, ഇസ്ലാമിക ലോകത്ത് ഇസ്രായേലിനെ ആദ്യം അംഗീകരിച്ച രാജ്യങ്ങളിലൊന്ന് തുർക്കിയാണ്. അത് ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യമെന്ന നിലയിൽ. പക്ഷേ ഇന്ന് തയ്യിബ് എർദോഗാൻ്റെ തുർക്കി ചില വ്യത്യസ്ത ചിന്തകളിലൂടെയാണ് പോകുന്നത്. പല വള്ളത്തിൽ കാല് ചവിട്ടുന്നൊരു സ്വഭാവം തുർക്കിക്കുണ്ട് എന്ന് നേരത്തെ തന്നെ ഈ പങ്ക്തിയിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊരിക്കൽ കൂടി സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് തുർക്കിയുടെ നീക്കങ്ങൾ. അതിന് ഒരുപക്ഷെ കാറ്റലിസ്റ്റായി വന്നത് ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് സിറിയയിൽ നടന്ന ആക്രമണമാണ്. അതേക്കുറിച്ചാണ് ഇപ്പോൾ ഇൻട്രോയിൽ മിസ്റ്റർ ജമീഷ് സൂചിപ്പിച്ചത്. നോക്കൂ, ഇസ്രയേലിൻ്റെ വടക്കൻ മേഖല, അതിനോട് ചേർന്നാണ് ലെബനനും അതുപോലെ സിറിയയും. അപ്പോൾ സിറിയയുടെ ഗോലാൻ കുന്ന് മേഖല ഇസ്രയേലിൻ്റെ അധീനതയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ സിംഹഭാഗവും. അത് വെച്ചിട്ടൊരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സിറിയയിൽ നിന്നും ഇസ്രയേലിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ബഫർ സംവിധാനം എന്ന നിലയിൽ. അത് ലെബനനുമായിട്ടുള്ള അതിർത്തിയിലും ആ ഒരു ബഫർ സോണുണ്ട്, ലിറ്റൻ നദിയുടെ തെക്കുള്ള ഭാഗം. പക്ഷേ അങ്ങ് അകലെ കിടക്കുന്ന തുർക്കി ഒരിക്കലും ഇസ്രയേലിന് ഒരു നേരിട്ടുള്ള സെക്യൂരിറ്റി ഭീഷണി ആകേണ്ടതല്ല. പക്ഷേ അടുത്ത കാലത്ത് അൽ ഷറ ഭരണകൂടം, സിറിയയിൽ പുതിയതായി രൂപപ്പെട്ട 2 വർഷമായി നിലനിൽക്കുന്ന അൽ ഷറ ഭരണകൂടം ഏതാണ്ട് തുർക്കിയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലാകുന്നു എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഇസ്രയേൽ. അതുകൊണ്ട് തുർക്കിയുടെ സേനാവിന്യാസം, അല്ലെങ്കിൽ തുർക്കിയുടെ സൈനിക വിഭാഗങ്ങൾ നിരന്തരം സിറിയയുടെ വടക്ക് ഭാഗം, അത് തുർക്കി അതിർത്തി കൂടിയാണ്, അവിടെ സന്ദർശിക്കുന്നതായി ഒക്കെയുള്ള റിപ്പോർട്ടുകൾ ഇസ്രയേലിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുർക്കിഷ് ആർമിക്ക് ഒരു താക്കീത് എന്ന നിലയിൽ സിറിയയുടെ ഉള്ളിൽ കടന്ന് 2 ആക്രമണങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇസ്രയേൽ നടത്തി. അത് ആദ്യത്തെ ആക്രമണം ഒരു എയർഫീൽഡിന് നേരെയാണ്. അബു അൽ ദുഹർ എയർഫീൽഡ്, അത് ഏതാണ്ട് ഇദ്ലിബ് പ്രവിശ്യയിലാണ്. സിറിയയുടെ ഇദ്ലിബ് പ്രവിശ്യയിൽ ഏതാണ്ട് മധ്യഭാഗത്ത്, വടക്ക് പടിഞ്ഞാറ് ഏതാണ്ട് മധ്യഭാഗത്ത് എന്ന് വേണമെങ്കിൽ പറയാം, അവിടെയുള്ള ഇദ്ലിബ് പ്രവിശ്യയിലെ നിർണായകമായ ഒരു എയർഫീൽഡാണ്. അവിടെ തുർക്കിയുടെ സേനാ സാന്നിധ്യമുള്ളതായി ഇസ്രയേൽ കണക്ക് കൂട്ടി. അവിടെ ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന നിലയിൽ ആ എയർബേസ് ആക്രമിക്കുകയാണ്. നോക്കൂ, ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം, അത് ഇസ്രയേലുമായി യുദ്ധത്തിലുള്ള രാജ്യമല്ല എന്നോർക്കണം സിറിയ. ആ രാജ്യത്തെ കടന്നുകയറി ആക്രമണം നടത്തി. അതിന് പിന്നാലെ കഴിഞ്ഞ രാത്രിയിൽ
ഒരു ഒരു സേനാ ട്രക്കൊന്നുമല്ല, ഒരു സൈനിക വാഹനവുമല്ല, ഒരു സാധാരണ ഒരു ഗുഡ്സ് കാരിയർ ആക്രമിക്കുന്ന ഒരു രംഗവും വരുന്നു. അതിന് സമീപം തന്നെയാണ്. അപ്പോൾ അതിനർത്ഥം ഇസ്രയേൽ രണ്ടും കൽപ്പിച്ചാണ്. പുതിയ പോർമുഖം തുറക്കാനുള്ള ശ്രമത്തിലാണോ ഇസ്രയേൽ, അതോ തുർക്കി എന്തെങ്കിലും പ്രകോപനം സൃഷ്ടിച്ചോ? ഇതെല്ലാം പശ്ചാത്തലമാക്കിക്കൊണ്ട് വേണം തുർക്കിയുടെ ഇപ്പോഴത്തെ വ്യാപകമായ നീക്കങ്ങൾ. അതാണ് ഇവിടെ ഇൻട്രോയിൽ സൂചിപ്പിച്ചത്. പാകിസ്ഥാനിലേക്ക് നിരന്തരം തുർക്കിയുടെ വിമാനങ്ങൾ പോകുന്നു. അത് ഇന്ത്യയുടെ നിരീക്ഷണ സംവിധാനത്തിന് കണ്ടെത്താൻ കഴിയുന്നു. പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. കാരണം ഇപ്പോൾ മക്ക കരാർ, ഈ മാസം 7-ാം തീയതി എത്തിച്ചേർന്ന മക്ക കരാറിൽ ത്രിരാഷ്ട്ര സഖ്യമാണല്ലോ. സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും പങ്കാളികളാണ്. അപ്പം അതിൻ്റെ ഭാഗമായുള്ള സൈനിക നീക്കമൊന്നുമല്ല ഇവിടെ നടക്കുന്നതെങ്കിൽ പോലും ഒരു അന്തർധാര അവിടെയുണ്ട്. അത് ലേശം പ്രകടമാണ് താനും. ആണവ രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ഓർക്കണം. തുർക്കി വലിയ സൈനിക ശക്തിയാണ്. നെയ്റ്റോ മേഖലയിലെ, അതായത് അമേരിക്കയോടൊപ്പം നിൽക്കുന്ന യൂറോപ്യൻ മേഖലയിലെ രാജ്യങ്ങളുടെ ഒരു കൂട്ടമാണല്ലോ നെയ്റ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അതിലെ അമേരിക്ക കഴിഞ്ഞാൽ പിന്നീട് സേനാ ബലം കൊണ്ട് ഏറ്റവും അധികം സംഘടിതവും ശക്തവുമായ രാജ്യമാണ് തുർക്കി, ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യം. പക്ഷെ തുർക്കിയുടെ DNA-യിൽ ഈ അടുത്ത കാലത്ത് ഒരു 2 പതിറ്റാണ്ടിനുള്ളിൽ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. റാഡിക്കൽ ഇസ്ലാം ആ രീതിയിൽ പിടിമുറുക്കിയിട്ടില്ല എങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാം തുർക്കിയിൽ വളരെ പ്രയോജനപരമായി എർദോഗാൻ ഉപയോഗിക്കുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രോപ്പപ്പ് ചെയ്യുന്ന രീതിയിൽ എർദോഗാൻ ആ ഒരു ഇസ്രയേലി വിരോധം അല്ലെങ്കിൽ ഇസ്രയേൽ വിരുദ്ധത തൻ്റെ സ്വകാര്യമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതൊരു പൊളിറ്റിക്കൽ റെറ്ററിക്കാണ്. അപ്പോൾ അതിനുപരിയായി സാധ്യതകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് തുർക്കി. അതായത് സൗദി അറേബ്യയോട് ചേർന്ന് നിന്നാൽ തുർക്കിയും സൗദിയും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. സൗദി അനാവശ്യമായ ചില ഇടപെടലുകൾ തുർക്കിയുടെ കാര്യത്തിൽ നടത്തി മുൻകാലങ്ങളിൽ എന്നുള്ള ആരോപണം തുർക്കി ഉന്നയിച്ചിരുന്നു. ഒരാളുടെ മരണത്തിലും കലാശിച്ച ഒരു കാര്യമുണ്ട്. ഇപ്പോഴിതാ പാകിസ്ഥാനും കൂടെ ചേർന്നുകൊണ്ട് പുതിയ നീക്കങ്ങളിലേക്ക് വരികയാണ്. ഇവിടെ ഇറാനെ കൂടി റോപ്പിൻ ചെയ്യാൻ കഴിയുമോ? അമേരിക്കയോടൊപ്പം നിൽക്കുന്ന രാജ്യമാണ് തുർക്കി എന്നോർക്കണം. അമേരിക്കയോടൊപ്പം നിൽക്കുന്ന രാജ്യമാണ് സൗദി എന്നോർക്കണം. അമേരിക്കയെ പറയുന്നതിന് ചൊൽപ്പടിയിൽ നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നോർക്കണം. ആ 3 രാജ്യങ്ങൾ ഇപ്പോൾ ഇറാനെ കൂടി തങ്ങളുടെ സഖ്യത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. അത് വിശദമായി പരിശോധിക്കേണ്ടതാണ്. അത് മറ്റൊരു എപ്പിസോഡിൽ വിശദമായി കൂലങ്കക്ഷമായി അവലോകനം ചെയ്യേണ്ടതുമാണ്. പക്ഷേ ആ പശ്ചാത്തലം നമുക്ക് ഇതിനോടൊപ്പം മെൻഷൻ ചെയ്ത് പോകാതിരിക്കാനാവില്ല. അതുകൊണ്ട് തുർക്കി ഇപ്പോൾ ചില നീക്കങ്ങൾ നടത്തുന്നു. ഇസ്രായേൽ അതിന് പ്രതികരണം നടത്തുന്നത് ഇങ്ങനെയാണ്. തുർക്കി കൂടുതൽ ന്യായമൊന്നും പറയണ്ട. സിറിയയുടെ വടക്കൻ പ്രദേശത്ത് നിങ്ങൾ ഏതാണ്ട് 3800ഓളം ചതുരശ്ര കിലോമീറ്റർ രാജ്യത്തിൻ്റെ ഏതാണ്ട് 1/5 നിങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് സിറിയയുടെ തെക്കൻ പ്രദേശമാണ്, തെക്ക് പടിഞ്ഞാറൻ പ്രദേശം ഗോലാൻ കുന്നുകളാണ്. ആ ഗോലാൻ കുന്നുകൾ ഏതാണ്ട് 87 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇസ്രയേലിൻ്റെ അധീനതയിലുണ്ട് എന്ന് കരുതപ്പെടുന്ന ബഫർ സോണായി ഒക്കെ അവർ പറയുന്ന സോൺ. അതുകൊണ്ട് തുർക്കി സാമ്രാജ്യത്വ മോഹങ്ങൾ ഇപ്പോഴും നേഴ്സ് ചെയ്യുന്നു. ആ മേഖലയിലെ വൻ ശക്തിയായി ഇറാൻ ലേശം മെരുങ്ങുകയാണെങ്കിൽ ആ മേഖലയിലെ മധ്യപൗരസ്ത്യ പ്രദേശത്തെയും തെക്ക് കിഴക്കൻ യൂറോപ്പിലെയും മേഖലാ ശക്തിയായി എമർജ് ചെയ്ത് വരാൻ തുർക്കി ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് ഇസ്രയേൽ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, തുർക്കിയുടെ പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ്റെ ഭാഗത്തു നിന്ന് വന്ന ചില പ്രസ്താവനകൾ, കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ വന്ന പ്രസ്താവനകൾ വളരെ പ്രകോപനപരമായിരുന്നു എന്ന് ഇസ്രായേൽ കരുതുന്നു. മാത്രമല്ല ഈ ഒരു ഗ്ലോബൽ ഫ്ലോട്ടില എന്ന നിലയിൽ ഗാസയിൽ വിഷമം അനുഭവിക്കുന്ന ആളുകളുടെ സഹായത്തിനായി കപ്പലുകൾ അല്ലെങ്കിൽ ബോട്ടുകൾ കടന്നു വന്നല്ലോ. ഗ്രേറ്റ ടൂൺബർഗ് ഒക്കെ നയിച്ച ഒരു യാത്രയാണ്. അപ്പോൾ അതിനോട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എടുത്ത നിലപാട്, അതുകൊണ്ട് അന്താരാഷ്ട്ര കുറ്റവാളിയായി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രഖ്യാപിക്കണമെന്നും റെഡ് നോട്ടീസ് അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലി പ്രധാനമന്ത്രിക്കെതിരെ അറസ്റ്റ് വാറന്റ് ഉൾപ്പെടെയുള്ള ഒരു റെഡ് നോട്ടീസ് കൊടുക്കണം എന്നുമാണ് തുർക്കി പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുമാത്രമല്ല, ഇസ്രായേലിൻ്റെ കടന്നുകയറ്റത്തെ ഗ്രേറ്റർ ഇസ്രായേൽ ഒരു ചിന്ത അത് തീർച്ചയായും ഗൗരവമായി എടുക്കുകയാണ്. അറബ് രാജ്യങ്ങളും തുർക്കിയും ഇറാനുമെല്ലാം വളരെ ഗൗരവമായി എടുക്കുന്നൊരു കാര്യമാണ് ഗ്രേറ്റർ ഇസ്രായേൽ. അതൊരു ബിബ്ലിക്കൽ ഇസ്രായേൽ എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് കുറച്ചുകൂടി വിശാലമായ അതിർവരമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് തുർക്കിയുടെ ഭാഗത്തേക്ക് കടന്നു കയറുന്നില്ല എങ്കിൽ പോലും സിറിയയുടെ ഒരു നല്ല ഭാഗം, അത് മാത്രമല്ല
ലെബനൻ്റെ ചില ഭാഗങ്ങൾ, ജോർദാൻ്റെ ഭാഗങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ട് വിശാല ഇസ്രയേൽ സൃഷ്ടിക്കാൻ ഇസ്രയേൽ ശ്രമിക്കാതിരിക്കില്ല. അങ്ങനെയെങ്കിൽ അതിനെ ചെറുക്കാൻ ഇറാൻ ഒരുപക്ഷെ ബലഹീനമായിരിക്കും. തങ്ങളിതാ തയ്യാർ. അതുകൊണ്ട് വിശാൽ ഇസ്ലാമിക ലോകത്തെ ഒരു റെസിസ്റ്റൻസ് എന്ന നിലയിൽ അതിന് നേതൃത്വം കൊടുക്കാൻ ആരാവും മുന്നിട്ട് നിൽക്കുക? 4 പ്രധാനപ്പെട്ട രാജ്യങ്ങളുണ്ട് ഇസ്ലാമിക ലോകത്തെ ഒരു റെസിസ്റ്റൻസിന് നേതൃത്വം കൊടുക്കാൻ. അതാത് സമയത്തെ ഓരോ നേതാക്കൾ കടന്നു വരും. ഒരു സമയത്ത് കേണൽ ഗദ്ദാഫി, ലിബിയൻ നേതാവ്, അമേരിക്കൻ ആധിപത്യത്തിനെതിരെ നിലകൊണ്ടു. പിന്നീട് സദ്ദാം ഹുസൈൻ ഇസ്ലാമിക ലോകത്തെ വലിയൊരു ശക്തിയായി വന്നു. ഹോസ്നി മുബാറക്, അത് ഈജിപ്ഷ്യൻ നേതാവാണ്. അൻവർ സാദത്ത് ഉണ്ടായിരുന്നു, ഈജിപ്തിൻ്റെ വലിയ നേതാവാണ്. അപ്പം ഇവരെല്ലാം, അബ്ദുൾ നാസർ ഉണ്ടായിരുന്നു, ഈജിപ്തിൻ്റെ വിഖ്യാതനായ പ്രസിഡന്റ്. അപ്പം ഇവരെല്ലാം ഓരോരോ സമയത്തെ അമേരിക്കൻ ഹെഗിമണിനെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തെ തങ്ങളുടേതായ സാന്നിധ്യം അറിയിച്ചു. ഇപ്പോൾ ഇറാനാണ് റെസിസ്റ്റൻസിന് നേതൃത്വം നൽകുന്നത്. പക്ഷേ ഇറാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്രത്തോളം മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ച് ഇസ്ലാമിക ലോകത്ത് തന്നെ വലിയ കാഴ്ച. കാരണം ഇസ്ലാമിക ലോകം തന്നെ വേർതിരിഞ്ഞ് നിൽക്കുകയാണല്ലോ. ഇറാൻ ഒരു വശത്തും അറബി രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗൾഫ് മേഖല മറുവശത്തും. അപ്പോൾ അവിടെയാണ് തുർക്കി ഒരു സാധ്യത കാണുന്നത്. തുർക്കി ഗൾഫ് രാജ്യമല്ലെന്ന് ഓർക്കണം. മേഖലാ ശക്തി എന്ന് പറയുമ്പോഴും മേഖലയ്ക്ക് ലേശം വെളിയിൽ കിടക്കുന്ന ശക്തിയാണ്. തുർക്കിക്ക് ഇസ്രയേലിനെ ആത്യന്തികമായി നേരിടാനാവും. വേണ്ടി വന്നാൽ ഇസ്രയേലിനെ ആക്രമിക്കാനും തങ്ങൾ മടിക്കില്ല എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പലപ്പോഴും വന്നു. മാത്രമല്ല ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് തുർക്കി സ്വീകരിക്കുന്നത് എന്ന ആക്ഷേപം ഇസ്രയേൽ എക്കാലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ പറയുന്നു, ഇസ്രയേൽ ഇപ്പോൾ വ്യംഗ്യമായി പറയുന്നത്, ഇപ്പോൾ പരസ്യമായി ഇറാനെ തള്ളിപ്പറയുന്നുവെങ്കിലും ഇറാന് രഹസ്യമായി ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നതും തുർക്കിയാണ്. ഹമാസിനെ അവസാന ഘട്ടത്തിൽ ഇറാൻ്റെ പിന്തുണ കുറഞ്ഞപ്പോൾ തുർക്കിയുടെ ഒരു പിന്തുണ ഹമാസിന് ലഭിച്ചിരുന്നു എന്നും പറയുന്നു. അതുകൊണ്ട് അമേരിക്കയോടൊപ്പം നിൽക്കുന്നു. അതേസമയം തന്നെ മറ്റു ചില ചിന്തകളിലേക്ക് തുർക്കി പോകുന്നു എന്ന രീതിയിലാണ്. അതുകൊണ്ട് അമേരിക്ക എന്ത് ചെയ്യും? തുർക്കി ഇസ്രയേൽ എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് അതിൻ്റെ ഉള്ളറകളിലേക്ക് വരികയാണ്. ഏതെങ്കിലും കാരണവശാൽ തുർക്കിയും ഇസ്രയേലും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായാൽ, സിറിയൻ വിഷയത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അമേരിക്ക എന്ത് ചെയ്യും? ആരോടാവും അമേരിക്കയ്ക്ക് കൂടുതൽ അടുപ്പം? അല്ലെങ്കിൽ അമേരിക്ക ആരുടെ പക്ഷത്ത് നിൽക്കും? അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല എന്നതാണ് എൻ്റെ പക്ഷം. കാരണം ഇസ്രയേലിനെ ഒരിക്കലും തള്ളിപ്പറയാനാവില്ല. അതുകൊണ്ട് ഇസ്രയേൽ ഏതെങ്കിലും രീതിയിൽ തുർക്കിഷ് ആക്രമണം ഇസ്രയേലിലേക്ക് ഉണ്ടായാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. എർദോഗാൻ വലിയ വർത്തമാനം പറയും, വലിയ വായിൽ വർത്തമാനം പറയും. കാര്യത്തിലേക്ക് എടുക്കുമ്പോൾ ഇറാൻ മാത്രമേ ഉള്ളൂ ഇസ്രയേലിനെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഭീഷണി ഉയർത്തുന്നത്. യഥാർത്ഥത്തിൽ ഇറാൻ തന്നെയാണ്, തുർക്കി അല്ല എന്ന് ഓർക്കണം. ഇത് നന്നായിട്ടറിയാം, ഇത് ഇസ്രയേൽ നന്നായിട്ടറിയാം. തുർക്കി വാചകപടിയുണ്ട്, പക്ഷേ ശക്തിയുമുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. വലിയ സൈനിക ബലമുണ്ട്, എണ്ണം കൊണ്ട് വളരെ വലുതാണ്. ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് വേണമെങ്കിൽ പറയാം തുർക്കി. ആണവായുധങ്ങൾ തുർക്കിയുടെ കൈവശം ഇല്ല, പക്ഷെ സ്വന്തമായി നിർമ്മിക്കുന്ന വിമാനങ്ങളുണ്ട്, സ്വന്തമായി നിർമ്മിക്കുന്ന കപ്പലുകളുണ്ട്, സ്വന്തമായി നിർമ്മിക്കുന്ന ഓർഡിനൻസുകൾ, ആയുധങ്ങൾ വലിയ തോതിലുണ്ട്. ഡ്രോണുകളിൽ ലോക നിലവാരമുള്ള ഡ്രോണുകൾ പലതും വൻതോതിൽ ഉത്പാദിപ്പിക്കുന്നത് തുർക്കിയാണ് എന്നോർക്കണം. അത് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നു. പാകിസ്ഥാനിലേക്ക് ഉൾപ്പെടെ ഡ്രോണുകൾ കയറ്റുമതി ചെയ്യുന്നു. പല ഇടങ്ങളിലേക്കും ടർക്കിഷ് ഡ്രോൺസിനും ടർക്കിഷ് വിമാനങ്ങൾക്കും കപ്പലുകൾക്കും വിപണിയുണ്ട്, ടേക്കേഴ്സുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ ഫാക്ടേഴ്സാണ്. അതുകൊണ്ട് നെറ്റോയുടെ പങ്കാളിയായ തുർക്കിയെ അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ ശക്തിയാണെന്ന് ഓർക്കണം നെറ്റോയ്ക്കുള്ളിൽ. ഇപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിയും ഒക്കെ ശക്തികളാണെങ്കിലും അവരൊക്കെ ആ രീതിയിൽ യൂറോപ്യൻ പവേഴ്സ് എന്ന നിലയിലാണ് കാണുന്നത്. പക്ഷേ ഏഷ്യയിലും യൂറോപ്പിലുമായി കിടക്കുന്ന രാജ്യമാണ് തുർക്കി. അപ്പോൾ തുർക്കിയുടെ സേനാ ബലത്തെയും സ്ട്രാറ്റജിക് ലൊക്കേഷനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ അമേരിക്കയ്ക്കും കഴിയില്ല. വളരെ തന്ത്രപ്രധാനമായ ഒരു ലൊക്കേഷനിലാണ്, ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയാണ്. അതുമാത്രമല്ല ചരിത്രപരമായി കോൺസ്റ്റാന്റിനോപ്പിൾ, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കുസ്താന്തിനോസ് പോലീസ് എന്ന് പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തപ്പോൾ മുതലാണല്ലോ ലോക വ്യവസ്ഥ തന്നെ തകിടം മറിയുന്നത്. അപ്പം അതുകൊണ്ട് തുർക്കിയുടെ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസിനെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു തീരുമാനമെടുക്കാനാവൂ. പക്ഷേ ഇപ്പോഴും ഹൈപ്പോത്തറ്റിക്കലാണ്. തുർക്കി ഇസ്രയേലിനെ ആക്രമിക്കുമോ? ഇസ്രയേൽ ഏകപക്ഷീയമായി തുർക്കിക്കെതിരെ ആക്രമണം നടത്തുമോ? ഈ സിറിയ വിഷയം കൈവിട്ടു പോകുമോ എന്നൊക്കെയുള്ളത് ഒരു സ്പെക്കുലേഷനാണ്. പക്ഷേ
കൂടുതൽ പോർമുഖങ്ങൾ തുറക്കാൻ ഇസ്രയേൽ തയ്യാറാകുമോ? ഈ ഘട്ടത്തിൽ ഓൾറെഡി ഹമാസിനെതിരെ, ഹമാസിനെതിരെയുള്ള പോരാട്ടം അവസാനിച്ചു എന്ന് പറയാം. ഹിസ്ബുള്ളക്കെതിരെ ഇപ്പോഴും പോരാടുന്നു. ഹൂതികൾ ഇപ്പോഴും ഒരു വൈബ്രന്റ് ഫോഴ്സായി അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല ആ രീതിയിൽ. അപ്പോൾ ഇനിയും കൂടുതൽ പോർമുഖങ്ങൾ തുറന്നാൽ അവിടെ വെട്ടിലാകുന്നത് അമേരിക്ക തന്നെയാവും. അമേരിക്കയ്ക്ക് ഇറാനെതിരെ ഒരു ഗ്രാൻഡ് അലയൻസ് രൂപപ്പെടുത്തിയെടുക്കാൻ അമേരിക്ക അക്ഷീണം ശ്രമിക്കുന്നു. പരാജയപ്പെട്ടു. സൈനികമായി ഇറാനെ തകർക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതാ സാമ്പത്തിക യുദ്ധമാണ്, അത് ഇപ്പോൾ അൺട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ഇതിനൊക്കെ മുൻപുള്ള പ്രീഎംപ്റ്റീവ് നീക്കം എന്ന നിലയിൽ തുർക്കി വളരെ ശ്രദ്ധാപൂർവം കരുക്കൾ നീക്കുന്നു. ആത്യന്തികമായി ഇറാൻ, പാകിസ്ഥാൻ, തുർക്കി ആൻഡ് സൗദി ആൻഡ് ഈവൻ ഈജിപ്റ്റ്, ഈ രാജ്യങ്ങളെല്ലാം ആത്യന്തികമായി മറുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത് ഇസ്രയേലിനെയാണ്. ആ ഇസ്രയേലിനെ തീർച്ചയായും അമേരിക്ക കൈവിടില്ല എന്ന ചിന്തയാണ് പൊതുവേ ഉള്ളത്. പക്ഷേ രണ്ട് സുഹൃത്ത് രാജ്യങ്ങൾ തുർക്കിയും ഇസ്രയേലും പരസ്പരം പോരടിക്കുന്ന രംഗം വന്നാൽ അമേരിക്കയ്ക്ക് ഒന്നേ ചെയ്യാനുള്ളൂ. നിങ്ങളുടെ പാടായി മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഞങ്ങളുടെ എക്സ്പോഷർ ഞങ്ങൾ കുറച്ചുകൊണ്ട് വരും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സൈനികമായ എക്സ്പോഷർ കുറച്ചുകൊണ്ട് വരികയും അവിടുത്തെ തർക്കത്തിൽ ഇടനില നിൽക്കാനോ മറുപടി പറയാനോ ഇടപെടാനോ ഒന്നും തന്നെ തങ്ങൾക്ക് ആവില്ല എന്ന തിരിച്ചറിവ് ആത്യന്തികമായി വരും. അങ്ങനെയെങ്കിൽ മേഖലാ ശക്തികളുടെ ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടാവാം. ആ കൂട്ടായ്മയെ ഇസ്രയേൽ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ പ്രകോപനങ്ങൾ ഇപ്പോൾ ഏകപക്ഷീയമായ പ്രകോപനമാണ്. സിറിയയിൽ ഉണ്ടായത് തികച്ചും ഏകപക്ഷീയമായ ഒരു കാര്യമാണ്. ഒരു പ്രകോപനവും ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല. അൽ ഷറ ഭരണകൂടം 2024 അൽ ഷറ ഭരണകൂടം ബാഷർ അൽ അസദിനെ പുറത്താക്കിക്കൊണ്ട് അൽ ഷറ ഭരണകൂടം അവിടെ നിലവിൽ വന്നത് അമേരിക്കയുടെയും തുർക്കിയുടെയും ഇസ്രയേലിൻ്റെയും താല്പര്യപ്രകാരമാണ്. ഇപ്പോൾ ഇതാ ഇസ്രയേൽ പറയുന്നു തുർക്കി ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി. സിറിയ ഭരണകൂടവുമായി ഇപ്പോൾ അടുത്ത് പ്രവർത്തിക്കുന്നത് തുർക്കിയാണ്. തങ്ങൾക്ക് വേണ്ട സ്വാധീനമില്ല. ഈ ആക്രമണത്തിലൂടെ സിറിയയിൽ ഇസ്രയേലിന് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയും എന്ന ചിന്തയൊന്നും എനിക്കില്ല. യഥാർത്ഥത്തിൽ ഒരു ഫിയർ സൈക്കോസിസ് ആണ്. അണവരാജ്യമായ ഇസ്രയേലിനോട് തൊട്ട് കളിക്കരുത് എന്ന് തുർക്കിക്ക് താക്കീത് കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ് തങ്ങളുടെ സെക്യൂരിറ്റി പാരഡൈമിൽ സതേൺ സിറിയ മാത്രമല്ല സെൻട്രൽ സിറിയ വേണ്ടി വന്നാൽ തുർക്കിയുടെ അതിർത്തിയിലുള്ള നോർത്തേൺ സിറിയയെയും തങ്ങളുടെ സ്വാധീന മേഖലയായി, തങ്ങളുടെ ഫീഫ്ഡമായി, തങ്ങളുടെ ബാക്ക് യാർഡായി നിലനിർത്താൻ തങ്ങൾ തയ്യാറാണ്. ആ രീതിയിൽ തങ്ങൾ സജ്ജരാണ് എന്ന് ഉള്ള സൂചനയാണ് ബെഞ്ചമിൻ നെതന്യാഹു കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടി ഓർക്കണം, അടുത്ത മാസം ബെഞ്ചമിൻ നെതന്യാഹുവിന് അഗ്നി പരീക്ഷയാണ്. തിരഞ്ഞെടുപ്പ് വരുന്നു ഇസ്രായേലിൽ. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ യുദ്ധ സാഹചര്യം സൃഷ്ടിച്ചു നിർത്തിയെങ്കിൽ മാത്രമേ തനിക്ക് എന്തെങ്കിലും സാധ്യതയുള്ളൂ എന്നുകൂടി ബെഞ്ചമിൻ നെതന്യാഹു മനസ്സിലാക്കുന്നു. യുദ്ധസമയത്തൊക്കെ ഒരു പ്രധാനമന്ത്രിയെ പുറത്താക്കി പുതിയൊരു ഭരണകൂടം സൃഷ്ടിക്കാനൊക്കെ എത്രത്തോളം ഇസ്രായേലുകാർ ശ്രമിക്കുമെന്നറിയില്ല. ഈ ഒരു മനഃശാസ്ത്രം കൂടി ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു നിരന്തരം അയൽ രാജ്യങ്ങളെല്ലാം വെല്ലുവിളിക്കുന്നതിൻ്റെ പിന്നിൽ, സിറിയയെ ഉൾപ്പെടെ വെല്ലുവിളിക്കുന്നതിന് പിന്നിൽ, തുർക്കിയെ പ്രകോപിപ്പിക്കുന്നതിന് പിന്നിൽ ഇസ്രയേലിനുള്ളിലെ ആഭ്യന്തര രാഷ്ട്രീയം കൂടി നമ്മൾ കാണാതെ പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.